നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ചേലക്കര ഇലിയപ്പറ്റ അന്തിമഹാകാളൻകാവിലെ നവീകരണ സഹസ്രകലശം സമാപിച്ചു. ജനുവരി 17 മുതൽ താന്ത്രിക ചടങ്ങുകൾക്ക് പുറമെ സാംസ്കാരികോത്സവം, ഭക്തി പ്രഭാഷണം, നൃത്യങ്ങൾ എന്നിങ്ങനെ വിപുലമായ പരിപാടികളാണ് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചത്. ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ ഹൃദയഭൂമി, സർവ്വജനങ്ങളുടെയും കണ്ണെത്തുന്ന ഒരിടം, ചേലക്കര സെന്റർ. ഇവിടെയാണ് പതിറ്റാണ്ടുകളായി ജീർണാവസ്ഥയുടെ വാർദ്ധക്യം പേറി എലിയപ്പറ്റ അന്തിമഹാകാളൻകാവ് ക്ഷേത്രം പേരിൽ മാത്രമായി ഒതുങ്ങി കഴിഞ്ഞു പോന്നത്. ചെറുപ്പകാലത്തെ കാഴ്ചകളും കാലത്തിനൊപ്പം ഉയർന്നു പൊന്തിയ സ്വപ്നങ്ങളും നെഞ്ചിലേറ്റി പാപ്പ എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന PK സുനിൽ എന്ന ചേലക്കരക്കാരൻ്റെ ഇച്ഛാശക്തിയിൽ ജീർണാവസ്ഥയിൽ കഴിഞ്ഞ ക്ഷേത്രത്തിന് ജീവനേകാൻ തുനിഞ്ഞിറങ്ങി. അതിന് ഒരു പറ്റം സുഹൃത്തുക്കളെയും കൂടെ ചേർത്ത് പിടിച്ചു. ദീർഘകാലത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ 9 ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന നവീകരണ സഹസ്രകലശത്തിന് ചേലക്കര സാക്ഷ്യം വഹിച്ചു. സന്ധ്യ മയങ്ങിത്തുടങ്ങുമ്പോൾ ഉണരുന്ന സാംസ്കാരികോത്സവവും വേറിട്ട അനുഭവവും സമ്മാനിച്ചു. മന്ത്രി K രാധാകൃഷ്ണൻ തിരിതെളിയിച്ച മുൻ ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് E വേണുഗോപാലമേനോൻ തിരിതാഴ്ത്തി ഉദ്ഘാടനം നിർവഹിച്ച സാംസ്കാരികോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ സമിതി പ്രസിഡന്റ് PK സുനിൽ, സുധീർ S മാരാർ, ഗ്രാമപഞ്ചായത്ത് അംഗം T ഗോപാലകൃഷ്ണൻ, പൊതുപ്രവർത്തകൻ അനീഷ്, ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നു വന്നിരുന്ന ഈ ക്ഷേത്ര പുനരുദ്ധാരണത്തിനോടനുബന്ധിച്ച് നടന്നു വന്നിരുന്ന ഭക്തിപരമായിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചത്. തീർച്ചയായും ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണവും പുനരുദ്ധാരണവും ഇവിടെ നടന്നിട്ടുള്ള ഭക്തി പ്രഭാഷണങ്ങളും മറ്റ് ഇതിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള പ്രവൃത്തികളും ഒക്കെ തന്നെ വിശ്വാസികളായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഭവം തന്നെയാണ്. ക്ഷേത്ര ഗോപുരം പണിയാനുണ്ട്, ചുറ്റുമതിൽ കുറേ വർക്കുകൾ നമുക്ക് ബാക്കിയുണ്ട്. ഇവിടെ 10-20 കൊല്ലമായിട്ട് നമ്മൾ ഓരോരുത്തരെ സമീപിക്കുമ്പോൾ നല്ലവരായ ആൾക്കാർ തന്ന സഹകരണം കൊണ്ടും സഹായം കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇരിക്കുന്ന വേദിയുടെ പുറകിൽ കാണുന്ന, നിങ്ങൾക്ക് ഏത് രീതിയിൽ കണക്കാക്കാം, നമ്മളൊക്കെ മനോഹരമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? അത്തരത്തിലുള്ളൊരു ക്ഷേത്രം ദൈവാനുഗ്രഹത്താൽ നമുക്ക് എല്ലാവർക്കും കൂടി ഈ നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഒരുപാട് നല്ല സന്ദേശങ്ങൾ പ്രഭാഷണങ്ങളിലൂടെ നമ്മളെല്ലാവരും ശ്രമിച്ചു. അത് ജീവിതത്തിൽ പകർത്താൻ നമ്മളെല്ലാവരും ശ്രമിക്കുമെന്ന് സ്വയം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്ന് തന്നെയുള്ള ഒരു വലിയ ബാധ്യത ഇത് കഴിഞ്ഞാൽ ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എത്രയൊക്കെ തന്നെ പറഞ്ഞാലും കഴിഞ്ഞ 9 ദിവസമായി നടന്ന പരിപാടികൾ, ആദ്യത്തെ ദിവസം പ്രഭാഷണം മുഴുവനായി ഞാൻ കേട്ടപ്പോൾ ഇതാണ് ഏറ്റവും മികച്ച പ്രഭാഷണം എന്നാണ് ഞാൻ കരുതിയത്. രണ്ടാമത്തെ ദിവസത്തെ പ്രഭാഷണം ഞാൻ കേട്ടപ്പോൾ അത് അതിഗംഭീരമായിരുന്നു. അങ്ങനെ ഓരോ ദിവസത്തെയും നമ്മുടെ പ്രഭാഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിലായി ഒരു ചെറിയൊരു ശോഷിച്ച അവസ്ഥയിലായിരുന്നു നമ്മുടെ ചേലക്കരയിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യക്ഷേത്രം. അതൊരു ക്ഷേത്രം നമ്മുടെ സുനിൽജിയുടെ നേതൃത്വത്തിൽ നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു നവീകരണ സഹസ്രകലശവും എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച കാലം കൊണ്ടാണ് നമ്മുടെ ഈ ക്ഷേത്രം ഇനി നിലയിലെത്തിയത്. അതുപോലെ തന്നെ ക്ഷേത്രം ഉപദേശ സമിതിക്ക് അതിന്റെ സഹായം കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകുമെന്ന് ഫസ്റ്റ് സംസ്ഥാന ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞിരുന്നു.
അത് ഞാനിവിടെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരുപറ്റം ആളുകളെ ചേർത്ത് പിടിച്ച PK സുനിലിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ സഹായിച്ചവരോടും സഹകരിച്ചവരോടും ഒരു പിടി കൃതജ്ഞതയും രേഖപ്പെടുത്തി. ടീം റൈറ്റ് വിഷനു വേണ്ടി PV സമീർ, ചേലക്കര.